കുഞ്ഞിന് ഡയപ്പർ റാഷ് പ്രിവെന്റ് ചെയ്യാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഡയപ്പർ യൂസ് ചെയ്യുന്ന മിക്ക കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും റാഷ് വന്നിട്ടുണ്ടാവും. എല്ലാ സ്കിൻ റെഡ്നെസ്സും ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. ചിലത് സിമ്പിൾ ഇറിറ്റേഷൻ ആയിരിക്കും. കുറെ സമയം നനവുള്ള വെറ്റ് ഡയപ്പർ കുഞ്ഞിന്റെ സ്കിന്നിൽ മുട്ടിയിരിക്കുമ്പോൾ ആ മോയ്സ്ചർ കാരണം സ്കിന്നിൽ ഉണ്ടാവുന്ന ഇറിറ്റേഷൻ ആണ് പിന്നീട് ഡയപ്പർ റാഷായി മാറുന്നത്. അതിന് നിങ്ങൾ ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഒരുപാട് ഹാർഷ് കെമിക്കൽസും സെന്റഡും ആയിട്ടുള്ള വെറ്റ് വൈപ്സ് കുഞ്ഞിനെ വൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാതെ നോക്കുക. മാക്സിമം സെന്റഡ് അല്ലാത്ത പ്യുവർ വാട്ടറുള്ള വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ സാധാ കോട്ടൺ ക്ലോത്തും വാട്ടറും വെച്ചിട്ട് കുഞ്ഞിനെ വൈപ്പ് ചെയ്താൽ മതി. കുഞ്ഞിനെ ഡയപ്പർ മാറ്റി വൈപ്പ് ചെയ്തിട്ട് ആ ഏരിയ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ അടുത്തൊരു ഡയപ്പർ ഇടാവുള്ളൂ. ഓരോ തവണ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴും കുഞ്ഞിന് ഒരു പ്രിവെന്റീവ് ബാരിയർ ആയിട്ട് ഒരു തിക്ക് ലെയറിൽ ഡയപ്പർ റാഷ് ക്രീം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺലി അവൈലബിൾ ആയിട്ടുള്ള എന്നാൽ കുറച്ച് കുഴപ്പമില്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ബിഫോർ നാപ്പിയുടെ ക്രീമാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഏത് ഡയപ്പർ റാഷ് ക്രീം ഉപയോഗിച്ചാലും ഏകദേശം സെയിം എഫക്ട് തന്നെ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്: കുഞ്ഞിനെ ഒരു ദിവസത്തിൽ കുറച്ച് സമയങ്ങളിൽ ഡയപ്പർ ഫ്രീ ആയിട്ട് വെക്കാൻ നോക്കുക. മോസ്റ്റ്ലി ഡയപ്പർ റാഷസ് സിമ്പിൾ ആയിട്ട് വന്നു പോകും. പക്ഷെ റാഷ് സിവിയർ ആവോ, അതായത് റെഡ്നെസ് കൂടുതൽ ഉണ്ടാവുകയോ കൂടുതൽ ഏരിയയിലേക്ക് വരുമോ, അല്ലെങ്കിൽ വൈറ്റ് ബംപി പാച്ചസ് പോലെ ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ കാണോ, അതിന്റെ ഉള്ളിൽ നിന്ന് പസ് വരാൻ തുടങ്ങോ, അല്ലെങ്കിൽ കുഞ്ഞിന് ഫീവറോ ഇറിറ്റബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കണം.